വെപ്പ് എ ഗ്രേഡ് ഫൈനൽ. അതിൽ കോടിമതയോ വേലങ്ങാടനോ, കോടിമതയോ വേലങ്ങാടനോ. വെപ്പ് എ ഗ്രേഡ് ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ 39 നമ്പർ വള്ളം അമ്പലക്കടവൻ കടന്നു വരികയാണ്. അത് ന്യൂ കാവാലം എവരിറ്റേഴ്സ് കേന്ദ്ര ബോട്ട് ക്ലബ്ബ് വൃത്തിക്ക് അരുൺ ക്യാപ്റ്റനായിട്ട് കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിൽ അമ്പലക്കടവൻ, രണ്ടാം ട്രാക്കിൽ മണലി, മൂന്നാം ട്രാക്കിൽ ഷോട്ട് മുടിക്കുന്ന, നാലാം ട്രാക്കിൽ നവജ്യോതി, ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന അമ്പലക്കടവൻ 39 നമ്പർ വള്ളം, രണ്ടാം ട്രാക്കിലൂടെ 42 നമ്പർ വള്ളം മണലി. വില്ലേജ് ബോട്ട് ക്ലബ്ബ് ചെന്നിത്തല പ്രേംജി ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ 44 നമ്പർ വള്ളം ഷോട്ട് കുളിക്കത്ര കടന്നു വരികയാണ്. നാലാം ട്രാക്കിലൂടെ വെപ്പ് എ ഗ്രേഡ് മത്സരം പുരോഗമിക്കുന്നു. നമുക്കൊന്ന് പ്രസാദിലേക്ക് പോകാം. പ്രസാദ്, ഇനിയിപ്പോൾ തേർഡ് ലൂസേഴ്സ് ഫൈനലാണ്. ഇത് കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ. അതിന് മുന്നോടിയായി നടക്കുന്ന വെപ്പ് എ ഗ്രേഡ് ഫൈനലിൽ ഏകപക്ഷീയമാണോ മത്സരം? വെപ്പ് എ ഗ്രേഡ് മത്സരം ആവേശകരമായ മത്സരമാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുന്നു. ഇവിടെ എത്തിയില്ല, കുറച്ചു ദൂരം കൂടിയുണ്ട്. എന്തായാലും ആവേശകരമായ മത്സരം തന്നെയാണ്. ചെറുവള്ളങ്ങളുടെ അവസാന ഫൈനൽ മത്സരമാണ്. ആ വെപ്പ് വള്ളങ്ങളുടെ ചെറുവള്ളങ്ങളുടെ അവസാന മത്സരം വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ മത്സരം. ഇത് കഴിയുന്നതോടുകൂടിയാണ് എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ വീണ്ടും തുടങ്ങുക. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങളാണ് ആദ്യം നടത്തേണ്ടത്. തേർഡ് ലൂസേഴ്സ് ഫൈനൽ, സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ, ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ. അങ്ങനെ മൂന്ന് ലൂസേഴ്സ് ഫൈനലുകളുണ്ട്. ഈ 3 ലൂസേഴ്സ് ഫൈനലുകൾക്ക് ശേഷമാണ് ഏവരും പ്രതീക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫൈനൽ മത്സരം. അധികം സമയം ഏതായാലും വൈകില്ല എന്നുറപ്പായി. 6 മണിക്കുള്ളിൽ എല്ലാം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇനിയിപ്പോൾ ഒരൊറ്റ ചെറുവള്ളം മാത്രം, ഇപ്പോൾ വരുന്ന ചെറുവള്ളത്തിൻ്റെ മത്സരം മാത്രമാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. അത് ഫിനിഷ് ചെയ്യുന്നതിന് പിന്നാലെ ലൂസേഴ്സ് മത്സരങ്ങൾ തുടങ്ങും. ആവേശകരമായ മത്സരം ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുന്നു. ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ്. 1, 2, 3 ട്രാക്കുകളിലായി. ഒന്നാമത്തെ ട്രാക്കിലുള്ള വള്ളം കുറച്ച് മുന്നിലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കാഴ്ചയിൽ നവജ്യോതിയോ അമ്പലക്കടവനോ പ്രസാദ്? ഇവിടെ നിന്ന് നമുക്ക് നേരെ നിൽക്കുമ്പോൾ എല്ലാം ഒരുപോലെ വരുന്നത് പോലെയുണ്ട്. പക്ഷേ കുറച്ച് മുന്നിൽ ഒന്നാമത്തെ ട്രാക്കിലുള്ള അമ്പലക്കടവനാണോ ഈ കടന്നു വരുന്നത്? അമ്പലക്കടവ വിട്ടുകൊടുക്കരുത്. അമ്പലക്കടവ തുഴയ, ആഞ്ഞു തുഴയ അമ്പലക്കടവ. അമ്പലക്കടവനോ നവജ്യോതിയോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം. അമ്പലക്കടവന്റെ ഒരു ആചാരബാഹുവായിട്ടുള്ള വരവാണ് സാർ നമ്മൾ കണ്ടത്. വെപ്പ് എ ഗ്രേഡിൽ അമ്പലക്കടവന്റെ ആധിപത്യം. അമ്പലക്കടവന്റെ ആധിപത്യത്തിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് നവജ്യോതിയുടെ ഒരു പോരാട്ടം കൂടി ഉണ്ടായിരുന്നു. നവജ്യോതിയും അമ്പലക്കടവനും ഇഞ്ചോടിഞ്ച് പോരാടി തന്നെയാണ് അമ്പലക്കടവൻ വിജയം നേടിയിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു അത്. ഏറ്റവും നല്ല മത്സരമായിരുന്നു എന്ന് തോന്നാം. ഒരുപക്ഷെ ഇത്രയും ആവേശത്തോടുകൂടി ഒരു മത്സരം മറ്റൊരു ഹീറ്റ്സിലും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സിലും നമ്മൾ കണ്ടില്ല. അപ്പോൾ അമ്പലക്കടവന്റെ ഈ വിജയം എന്ന് പറയുന്നത് അങ്ങേയറ്റം ആഹ്ലാദിക്കാൻ കഴിയുന്ന വിജയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം ഈ ഓളപ്പരപ്പിൽ നടത്തിയ ഒരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത്. അമ്പലക്കടവനും നവജ്യോതിയും ഏറ്റുമുട്ടിയപ്പോൾ അവസാന നിമിഷം അമ്പലക്കടവൻ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ആവേശത്തോടുകൂടി നടന്നൊരു മത്സരമായിരുന്നു. ചെറുവള്ളങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്ര ആവേശം കൊണ്ടുള്ള മത്സരമായിരുന്നു. ഏതാണ്ട് 35 കോൽ നീളത്തിലുള്ള വള്ളങ്ങളാണ്. ഏതാണ്ട് 40, 45, 50ഓളം തുഴക്കാർ അതിനകത്തുണ്ടാകും. ചെറിയ വള്ളങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും വളരെ പ്രധാനപ്പെട്ട വള്ളങ്ങൾ തന്നെയാണ് അവയൊക്കെ. അപ്പം മനോഹരമായ മത്സരമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും അതാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീണ്ടും നമ്മളിതാ പുന്നമടക്കായലിൽ